ഏയ് നീ ആരുടെ കൂടെയാ വർക്ക് ചെയ്യാൻ പോകുന്നതെന്ന് ഗസ് ചെയ്തേ? സൽമാൻ ഖാൻ. ആര്യാർ ആർക്കിടെക്ട് ബാലകൃഷ്ണ ദോഷി. ബോസ് എന്നോട് വരാൻ പറഞ്ഞു, വേഗം വാ. Guess what? We are working with the Balakrishna Doshi. Would you like to work with him? Yes, sir. He's a hero. What about me? Only after you, sir. Oh, he's my hero too. Are you ready to go? Yeah. Get ready to go to Ahmedabad. Congratulations. Thank you, sir. Thank you, sir. Can you believe it? Yes. Guys, I'm working with Balakrishna Doshi. Hi. ഹായ്, എവിടെയാ? ഞാനോ ഓഫീസിലാ. നന്നായി. നിന്നെ വിശ്വസിച്ച് ഞാൻ ആ കോഫി ഷോപ്പിൽ വന്ന് വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? എന്താവുമായിരുന്നു? തലയ്ക്ക് ചൂട് പിടിച്ചേനെ. ആരെങ്കിലും വെട്ടിക്കൊല്ലാൻ തോന്നിയനെ. ഭ്രാന്തനെ പോലെ തന്നെത്താൻ ഇരുന്ന് സംസാരിച്ചനെ. പിന്നെ ഫോൺ ചെയ്യണോ വേണ്ടേന്ന് ആലോചിച്ച് ഒടുവിൽ ഫോൺ ചെയ്തേനെ. അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണോ? സോറി. 2 കോഫിയും ഒരു ലൈം ജ്യൂസും കുടിച്ചു. 15 മിനിറ്റ്സിൽ ഞാനിവിടെ ഉണ്ടാവും. വെയിറ്റ് ചെയ്യാമോ? ഓക്കെ പക്ക? പക്ക. ലിഫ്റ്റ് ഓപ്പണായി. ഞാൻ ദേ അകത്ത് കയറി കഴിഞ്ഞു. 0 പ്രസ് ചെയ്തു. യെസ്, ലിഫ്റ്റ് ദേ താഴേക്ക് പോകുന്നു. താഴെ എത്താറായി. ഓട്ടോയിൽ കയറി നേരെ അവിടെ എത്തും 5 മിനിറ്റ്സ്. ഹലോ, ഇവിടെ ഇരിക്കണോ? ഓടിപ്പോയി അവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഇതാണോ നിന്റെ ഐഡിയ ഓഫ് ജോക്ക്? ഇത് ജോക്കല്ല, കോഫി ടൈം. ഞാൻ വേണമെങ്കിൽ ബൈക്ക് ഉരുട്ടിക്കൊണ്ട് നടന്നു വരട്ടെ. ഓഫീസിൽ എന്ത് പറഞ്ഞിട്ടാ വന്നത്? ഒരു മലയാളി പൗരനോടൊപ്പം കോഫി ഷോപ്പിൽ കഞ്ഞി കുടിക്കാൻ പോകുന്നു. വാ. ആരാ സേട്ട് ഹീറോ? നമ്മളെ തന്നെ നോക്കുന്നുണ്ടല്ലോ. നീ അന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടില്ലേ? ആ ന്യൂജൻ വില്ലൻ. ഇവന് വേണ്ടിയിട്ടാണോ ട്രെയിൻ മുടക്കാൻ നോക്കിയേ? ചുമ്മാ അവനെ പേടിപ്പിച്ചതാ. അവൻ തിരിഞ്ഞു നോക്കൂന്നറിയാൻ. അവൻ നോക്കിയില്ല, നീയേ നോക്കിയുള്ളൂ. ദേ വരുന്നുണ്ട്. എന്താ ഫ്ലാഷ് ബാക്ക്? ഫ്രണ്ടാ. പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ് പുറകെ കൂടി. പറ്റില്ലെന്ന് പറഞ്ഞു. വിടാതെ പിന്നാലെ വന്നു. നീ ഓക്കെ പറഞ്ഞോ? ഇല്ല. അവനെന്തിനാ ഇങ്ങനെ പുറകെ നടക്കുന്നതെന്ന് കണ്ടുപിടിച്ചു ഞാൻ. എന്തിനാ? എന്റെ ഫ്രണ്ട് രത്നയോട് എന്നെക്കുറിച്ച് അവൻ അന്വേഷിച്ചിരിക്കുന്നു. അമ്മയാരാ, അച്ഛനാരാ, നാട്ടിൽ എത്ര സമ്പത്തുണ്ട് എന്നൊക്കെ. സോ അവൻ എന്നെ കെട്ടാൻ വേണ്ടിയല്ല, ഒരു ബാലൻസ് ഷീറ്റ്. എന്നിട്ട് നീ എന്ത് ചെയ്തു? കല്യാണത്തിന് ഓക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു? പക്ഷെ അമ്മയുടെ അടുത്ത് ഇറങ്ങിപ്പോരും. അവരൊരു പൈസ പോലും തരില്ല. അവൻ വേണോ എന്നെ നോക്കാനെന്ന് പറഞ്ഞു. ബാഗ് അടിച്ചു. ട്രെയിനിന്റെ മുമ്പിൽ ചാടുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പോഴാണ് നീ വന്നത്. നാളെ മീറ്റ് ചെയ്യാൻ പറ്റുമോ? ഓ യെസ്. എവിടെ? അഹമ്മദാബാദ്. ഓഫീസ് വർക്ക്, കച്ച് എക്സ്പ്രസ്. അപ്പൊ എപ്പോ? ഭവാനി ആൻറ്റിയും ഗണപതിയെങ്കിലും എങ്ങനെയാ കല്യാണം കഴിച്ചത്?
ഗണപതി അങ്കിളും ആൻറ്റിയും എങ്ങനെയാ കല്യാണം കഴിച്ചതെന്ന്. നോക്ക്, ദേഹണ്ണക്കാരനെ പോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അയാളോട് ചോദിക്ക്. എങ്ങനെയാ അങ്കിൾ ബഡി ആന്റിയെ വെട്ടിലാക്കിയത്? നാണിക്കൊന്നും വേണ്ട ഗണപതി. ഞാൻ ജോലി കിട്ടി വന്നതാ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷ തീരെ വശമില്ലായിരുന്നു. അപ്പം ഷൺമുഖാനന്ദ സഭയിൽ ഭവാനിയുടെ കച്ചേരി. അന്ന് നിനക്കൊരു 20 വയസ്സുണ്ടാവുമോ? 19. അസലായിട്ട് പാടും. പണ്ട് ഞാൻ കാണാൻ എങ്ങനെയായിരുന്നു അതുകൂടി പറയ. സ്റ്റാർ, വലിയ സ്റ്റാർ. ഇയാളുടെ എല്ലാ കച്ചേരിക്കും പോകുമായിരുന്നു. ചേട്ടന്റെ വീട്ടില് പട്ടിക്ക് പേ പിടിച്ചു. സുരേന്ദ്രൻ എന്നൊരു ഫ്രണ്ട്, അവനും എൻ്റെ കൂടെ വരുമായിരുന്നു. വലിയ ഡോക്ടറാ, പക്ഷെ സംഗീതം വശമില്ല. ഭവാനിയെ വീഴ്ത്താനാ വന്നിരുന്നത്. ആഹാ, നിങ്ങൾ കണ്ണും പൂട്ടി പാട്ട് കേൾക്കായിരുന്നോ ഗണപതി? സുരേന്ദ്രൻ ഭവാനിക്കൊരു കത്തെഴുതി. ലവ് ലെറ്റർ. അവൻ ആ കത്ത് നേരിട്ട് ഇയാളുടെ കൈ കൊടുക്കാൻ ഒരു മടി. എൻ്റെ കൈ തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. എന്നാൽ ആ മണ്ടൻ സുരേന്ദ്രൻ ആ കത്തിൽ അവൻ്റെ ഒപ്പിടാൻ മറന്നു. ഞാൻ എന്താ കരുതുക, ഗണപതി അങ്കിളാണ് ആ കത്ത് തന്നതെന്ന്. പിന്നല്ലാതെ കാണാൻ ഡാർക്കാണെങ്കിലും ഹാൻസം ആയിരുന്നു. കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ ഭവാനി. കാർവണ്ണൻ. ഒരു ദിവസം പെട്ടെന്ന് എന്നെയും കൂട്ടി ആ കത്തുകളൊക്കെ എടുത്ത് ഇയാളുടെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. 3-ാം മാസത്തിൽ കല്യാണം, നാട്ടിൽ വെച്ച് തന്നെ. ചേർന്ന് നിൽക്കൂ ബഡീസ്. ലൈഫിൽ എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല. കിട്ടിയ ഉടനെ പിടിച്ചോണം. ആ സ്മൈൽ ബഡീസ്, സ്മൈൽ. You have to tell him something, man. He's been doing this for such a long time now. So what? Give him a chance. What's that? നീ എന്താ ഇവിടെ? ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ? അഹമ്മദാബാദ് അല്ലേ? എന്തിനാ? സൈറ്റ് സീയിങ്. കൊള്ളാലോ. ഇതെന്താ നിന്റെ സ്ഥിര ഹോബിയാണോ? സൈറ്റ് സീയിങ് പോകുന്നതോ? പെമ്പിള്ളേരുടെ പുറകെ നടക്കുന്നത്. കൊച്ചിലേ തൊട്ട്. അങ്ങനെയാണോ? എത്ര എണ്ണമായി? കണക്കൊന്നും വെച്ചിട്ടില്ല. ചുമ്മാ പറയൂ. പെണ്ണിനെ ഒന്ന് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതും ശരിയായിരിക്കാം. ടിക്കറ്റ് എങ്ങനെ കിട്ടിയത്? ടിക്കറ്റ് എടുത്തിട്ടില്ല, സമയമില്ല. പിടിച്ചാലോടാ? പിടിച്ച പിടിയിലായി. ശരി വാ. പോവാതെ. ഏയ്, ഇവിടെ നിൽക്കുക. അവരെല്ലാരും അവിടെ വെയിറ്റ് ചെയ്യും. എന്തിന്? വന്ന് അന്വേഷിക്കും അവര്. അന്വേഷിക്കട്ടെ. ശരി, അന്വേഷിക്കട്ടെ. Rejoice in the Lord always, and again I say rejoice. Let your moderation be known unto all men. The Lord is kind. Let us pray. Merciful God, our heavenly Father, who art the source of every good and every perfect gift, we beseech thee to come into our midst at this hour and prepare an എന്നെ by thy Holy Spirit. കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? Especially bless those who stand here in thy presence, prepared to enter into the estate of holy matrimony, of mutual faithfulness and love. As Ananya and Henry take their vows today, we are privileged to witness the joyous love of a new family that will be nourished and nurtured through the devotion of two separate, through the common bonds of love. താര. You solemnly declare that you have no impediment why you should not be joined in a marriage with Ananya? Yes, I declare. Do you solemnly declare Nice to meet you. Nice to meet you. not be joined in marriage with Henry?
I declare. Who will give this woman to this man? Please take the right hand of the bride and place it on the right hand of the bridegroom. നമ്പർ I bear witness to this covenant, confirm and seal in the name of our Lord. You take Ananya here, this woman, for your wedded wife, to have and to hold from this day forward in sickness, 3. to love and cherish till death depart. I will. If that is your will and solemn purpose, affirm this before God and this congregation. Ananya, you take me here, blessed, as your wedded husband, to have ഓയ് from this day forward. ഓയ് മലയാളിയാണെന്ന് മനസ്സിലായോ? അന്നെന്നെ സ്റ്റേഷനിൽ നല്ല മലയാളത്തിലല്ലേ ചീത്ത വിളിച്ചത്? എന്താന്ന് വിളിച്ചത്? ബുദ്ധിയില്ലാത്ത? അത് കൺമണി. കൺമണിയോ? ഷാ എന്ന് കേട്ടല്ലോ. ബുദ്ധിയില്ലാത്ത കൺമണിയുടെ ഇടയിൽ ഷാ അക്ഷരമുണ്ടോ? ടെൻഷനിൽ ഷാ ഇക്ഷ ഇപ്പ ഇമ്മ എല്ലാം വന്നിരിക്കും. അനന്യ ഫ്രണ്ടാ? കോളേജ് മേറ്റ്. ഇപ്പം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഹാപ്പി ആയിരിക്കുന്നു. കുറച്ച് ദിവസം നല്ല ജോളിയായിരിക്കും, ചിരിയും കളിയൊക്കെ ആയിട്ട്. കല്യാണം, ഹണിമൂൺ, കൊഞ്ചലും കുറുകലും, പ്രേമം. കാമം, ഉറപ്പായിട്ടും കാമമാണ്. പിന്നല്ലേ രസം. പിന്നെന്താ ഉണ്ടാവുക? ചെറിയ ചെറിയ ഉടക്കുകൾ. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഭാര്യയെക്കുറിച്ച് ജോക്ക് പറയും. വീട്ടിലെത്തിയാലോ ഭാര്യ അവനെ ഇടിച്ച് നിരപ്പാക്കും. അതിനിടയിൽ കുഞ്ഞുങ്ങൾ വേറെ. അതുങ്ങൾ കീറി വിളിക്കും. ക്വാക്ക് ക്വാക്ക് വെക്കും. മേലാകെ ഇച്ചിച്ചി. യോക്ക്. അത് കഴിഞ്ഞാലോ അതുങ്ങളുടെ സ്കൂൾ അഡ്മിഷന് വേണ്ടി തേരാപാര നടക്കണം. പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരോട് പഠിക്കുന്ന പറഞ്ഞ് ടോർച്ചർ. അവര് വളർന്നു കഴിഞ്ഞാലോ അതിനെയും പിടിച്ച് കെട്ടിച്ചു വിട്ട് ഇവരനുഭവിച്ച കഷ്ടപ്പാടൊക്കെ അവർക്കും അത് നേടിക്കൊടുക്കും. കറക്റ്റ് അല്ലേ? 100%. ഓയ്, ഇത്ര കൃത്യമായിട്ട് പറയുന്നല്ലോ. കല്യാണം കഴിഞ്ഞതാ? സത്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കുന്ന പ്രശ്നമില്ല. കല്യാണം ഈസ് ഫോർ ഫൂൾസ്. അങ്ങനെ പറ. ഓൺലി ഗേൾ ഫ്രണ്ട്സാ? ഒരു 15 പേരുണ്ട്. വെരി ഗുഡ്. ഞാൻ പാരീസിലേക്ക് പോവാണ്. PG എടുക്കാൻ പോവാ. ഹലോ ആന്റി. എനിക്ക് നല്ലൊരു പണക്കാരനാവണം. സ്റ്റീവ് ജോബിനെ പോലെ അല്ലെങ്കിൽ മാർക്ക് സക്കർബർഗിനെ പോലെ. Wow, all the best. Come on kids. Smile please. ലേറ്റ് നൈറ്റ് പാർട്ടി, വെളുപ്പാങ്കാലത്തുള്ള വരവ്, ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? സോറി അങ്കിൾ, അനന്യയുടെ കല്യാണമായിരുന്നു. അവളുടെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് BST വരെ പോകണം. 2 മാസമായിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് പ്രോപ്പറല്ല. എന്തെങ്കിലും കൊടുത്താൽ അവർ ശരിയാക്കി തരും. ഞാൻ കൈക്കൂലി കൊടുക്കാറില്ല. നേരെ എന്ന് കാണത്തേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നിന്റെ വെരി ഗുഡിന് വേണ്ടിയല്ല ഞാനിത് പറഞ്ഞത്. വൈകിട്ട് ബോംബെ സിസ്റ്റേഴ്സിന്റെ കച്ചേരിയുണ്ട്. ഭവാനിയെ നീ കൊണ്ടുപോകണം. ഞാനോ? നീ തന്നെ കൊണ്ടുപോകണം. മധുരം കൂടുതലിട്ടോ? ഇല്ലടോ, പാകത്തിനായിട്ടത്. ഞാനങ്ങനെ ഒരേ സമയത്ത് 2 ഇടത്ത് പോകുന്നത്. നീ തന്നെ കൊണ്ടുപോകുന്നു. രവീന്ദ്ര നാട്യ മന്ദിർ. ഓഫീസിൽ ഒത്തിരി ജോലിയുണ്ട്. 6 മണിക്ക് ഓഫീസ് കഴിയും. നീ എന്തിനാ എന്റെ പുറകെ വരുന്നത്? ഒരു കൂട്ടിന് വേണ്ടി. ഞങ്ങൾ ബോംബെയിൽ വന്നിട്ട് 23 വർഷം കഴിഞ്ഞു. ഞാൻ തനിയെ പോയിക്കോളാം. ഇപ്പൊ ഇത് ബോംബെ അല്ല, മുംബൈയാ. അതുകൊണ്ടാ കൂടെ വരുന്നത്. വരണ്ടെന്ന് പറഞ്ഞില്ലേ നിന്നോട്? ശരി, വരുന്നില്ല. വെയിറ്റ്.
എപ്പോഴാ മുംബൈയിൽ നിന്ന് പേര് മാറ്റിയത്? നമസ്തേ. 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 ഭവാനി ആന്റി വലിയൊരു സ്റ്റാർ ആയിരുന്നല്ലേ? അതെ. എഴുന്നേറ്റ് പോ. ഞാനോ? കച്ചേരി നടക്കുമ്പോ നീ കൂർക്കം വലിക്കുകയായിരുന്നു. ജ്ഞാനശൂന്യം. ഉറക്കം വന്ന ആന്റി, ഡേ ആൻഡ് നൈറ്റ് ജോലിയല്ലേ? അതെന്തുറക്ക? എണീറ്റ് പോടാ കുംഭാർണൻ, എണീറ്റ് പോ. ഹലോ ഭവാനി, ദിസ് ഇസ് ടു മച്ച് ആണ് കേട്ടോ. ഇവിടുന്ന് പോകുന്നുണ്ടോ നീ? ബസ്സിൽ നിന്ന് ഇറങ്ങിക്കേ. വെളിപ്പോ, വെളിപ്പോ പോവാൻ ഇപ്പോ. അതെ, ഞാൻ ഗണപതി അങ്കിളല്ല, ഒച്ച വയ്ക്കല്ലേ. നീ ഇപ്പൊ പോ, പോ. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. محمد So, sir, tell me about the light in this building. This is half buried in the ground. And the idea was that we should have only limited light with punctures so that the sunlight, when it comes, it moves. Sun moves. So the building and the space starts moving. Space that you make, volume that you make, the levels that you create, the layers that you build, I think all these things come into making of an architecture. ഇത്ര നേരം എന്തു പറയായിരുന്നു അപ്പൂപ്പൻ? അതാണ് ബാലകൃഷ്ണ ദോഷി. ഓ, അതാരാണാവോ? എന്റെ ഗുരുവാ. എന്തു പറയുന്നു നമ്മുടെ ഗുരു? ഈ വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്യുന്നവരൊന്നും വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ അച്ഛൻ ദിവസവും വരുമായിരുന്നു. അയ്യോ, ഇപ്പോഴെങ്ങാനും വരുമോ? തല്ലുണ്ടാക്കോ? എന്നെ പെടുത്തിക്കളയരുത്. ഇനി വരില്ല, ഒരിക്കലും. എങ്ങനെ? പോകണമെന്ന് അച്ഛൻ തീരുമാനം എടുത്തു. പോയി. അമ്മ കോയമ്പത്തൂരിലുണ്ട്. എന്തുപറ്റി? ഡിവോഴ്സ്. എന്നും വഴക്ക്, ചിലപ്പോൾ കയ്യേറ്റം, കോർട്ട് കേസ്. ഏഴ് വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു, നിനക്ക് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെയാണോ പോകേണ്ടതെന്ന്.
രണ്ടുപേരും വേണ്ട എനിക്ക്. അപ്പോഴേ ഞാൻ തീരുമാനം എടുത്തു, ഞാൻ കല്യാണം കഴിക്കില്ലെന്ന്. ട്രെയിനിനുള്ള സമയമില്ലേ? ഇനി എന്താ ചെയ്യോ? എന്താ ചെയ്യാ? രാവിലെ 8 മണിക്കാ ബസ്. അടുത്തൊരു ലോഡ്ജുണ്ട്. രണ്ടുപേരോ? അതെ. ഒരേ മുറിയിലോ? ചച്ച, ഒരു റൂമേ ഉള്ളൂ. ഒരേ മുറിയിൽ താമസിച്ച് നിനക്ക് നല്ല പയ്യനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സത്യമായിട്ടും പറ്റില്ല. ഞാൻ ബാൽക്കണി കിടന്നോളാം. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് നല്ല കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. ഇതിനാണോ ഈ ബിൽഡപ്പ്? നല്ല സിനിമയ്ക്ക് ബോർ ക്ലൈമാക്സ്. ലോഡ്ജ് എവിടെയാ? അടുത്ത് തന്നെ. ആദിത്യ വരദരാജൻ എന്നാണോ? എന്റെ പേര് പോലും അറിയില്ലല്ലേ? By 2 minutes. ഇതാണ് നിന്റെ ലൈഫിലെ ബെസ്റ്റ് ഹോളിഡേ എന്ന് പറയാം. ഇതാണ് എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഹോളിഡേ. കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? നുണ പറയുന്ന പോലെ ഉണ്ട്. ഉള്ളു തുറന്ന് പറ. സത്യം പറയട്ടെ? വേണ്ട വേണ്ട വേണ്ട, നീ ഒന്നും പറയണ്ട. ഓക്കെ കൺമണി. ഞാൻ നിന്റെ കൺമണിയാ? അതെ, കൺമണി. പോട്ടെ. പോകണം. ഓക്കെ കൺമണി എന്ന് പറയാം. നോ നോ കൺമണി. ये देखो क्या यार, कैसा लगा ये कुर्ता? अच्छा है रे, वाह अच्छा है ना? ये इसका कलर बहुत अच्छा लगा था, इसलिए मैंने लिया और मेरे को बहुत सूट होगा ना. I think ഏറ്റുമാനൂർ അമ്പലത്തിലെ പ്രസാദം. ഹായ് വല്ലിച്ച. ഇതാ മോളെ, കുറച്ച് ചമ്മന്തിപ്പൊടി അച്ചാറുവാ. വല്യമ്മയുടെ സ്പെഷ്യലാ. Okay, I'll call you back. ഹായ് അമ്മ. വാ, അകത്ത് പോയി സംസാരിക്കാം. എവിടെ പോയത് നീ? അഹമ്മദാബാദ്. കുറച്ച് റിസർച്ച് ഉണ്ടായിരുന്നു. ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാൻ വേണോ? ആലുപോഹ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇന്നലെ തന്നെ എത്തിയല്ലോ. അതറിയാൻ വേണ്ടിയാണോ വന്നത്? എന്താ, ഞാൻ എൻ്റെ മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ പാടില്ലേ? ഇതങ്ങനെയുള്ള അന്വേഷണം അല്ലല്ലോ. എവിടെ കറങ്ങാൻ പോയതാണെന്നല്ലേ ചോദിച്ചത്. എങ്കിൽ പറ, എവിടെയാ പോയത്? നിന്നെ കാണാത്തോണ്ടാകെ ടെൻഷൻ അടിച്ചു പോയി ഞാൻ. കമ്മീഷണർ അടക്കം വിളിച്ചു പറഞ്ഞിരിക്കുക. എന്റെ ചോദ്യത്തിന് നീ മറുപടി പറയാത്ത എന്താ? എവിടെയാ പോയത്? ആരുടെ കൂടെയാ? നിങ്ങൾ ഓരോ തവണയും പോകുമ്പോൾ പറഞ്ഞിട്ടാണോ പോകുന്നത്? ആരുടെ കൂടെയെന്ന് ഞാൻ ചോദിക്കാറുണ്ടോ? ഹോസ്റ്റലാണെന്ന് നോക്കില്ലോ, ഒന്ന് തന്നാലുണ്ടല്ലോ.
പറയ്, എവിടെയാ പോയത്? താര, എവിടെയാ പോയതെന്ന്? എന്റെ പപ്പയെ കാണാൻ. അദ്ദേഹം അവസാനം താമസിച്ചിരുന്ന സ്ഥലം കാണാൻ പോയതാ. മതിയോ? നിന്റെ അച്ഛനെ പോലെ ബിഹേവ് ചെയ്യല്ലേ. നാട്ടില് വലിയ ഫാക്ടറിയും ബിസിനസ്സും ഒക്കെ ഇല്ലേ? ഈ ആർട്ടും ആർക്കിടെക്റ്റും ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് ബിസിനസ്സിൽ ശ്രദ്ധിക്ക്. വാ. ഞാൻ പാരീസിൽ പോവാമ്മ, സ്കോളർഷിപ്പിൽ. തിരിച്ചു വരാൻ താല്പര്യമില്ല. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് നീ വീണ്ടും വീണ്ടും വാശി കാണിക്ക. എനിക്ക് ആ കമ്പനി നോക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്നാലെങ്കിലും സ്വയം തന്നൂടെ?